ഹായ് ഹലോ വൺസ്കി വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് ചെറിയൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും ചായ ഉണ്ടാക്കി ചായ എടുക്കുന്നുണ്ട്. ഞാൻ ചായ കുടിക്കാറില്ല, ഒരു ഷോയ്ക്കെടുത്താണ്. ചായയും കൂട്ടത്തിൽ ഞാൻ മസാല ബ്രെഡ് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്ന വീഡിയോ എടുത്ത ദിവസം തന്നെയാണ് ഞാൻ ഇതും എടുത്തത്. പിന്നെ കുറച്ച് റാൻഡമായിട്ടുള്ള തിങ്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഷോപ്പ് വരെ പോയി. പിന്നെ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. 2-3 സംഭവങ്ങൾ, കുറച്ച് അല്ലറ ചില്ലറ സംഭവങ്ങൾ മേടിക്കാനാണ് പോയത്. കാരണം അതിൻ്റെ പിറ്റേ ദിവസം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. എൻ്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറ്റുവാണെങ്കിൽ ബ്ലൂ ഇങ്കിലേക്ക് മാറ്റും എന്നുള്ളത്. അപ്പം അതിനകത്ത് തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു എനിക്കപ്പം എന്താണ് തോന്നുന്നത് അത് ഉപയോഗിക്കുക എന്നുള്ളത്. അന്ന് എനിക്ക് തോന്നിയത് ബ്ലാക്ക് പെൻ തന്നെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് ബ്ലാക്ക് പെൻ മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനത്തെ ഒരു സെറ്റ് മേടിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണം എക്സ്ട്രാ ആയിട്ട് വേറെ ബ്രാൻഡിൻ്റെ മേടിച്ചു കേട്ടോ. പിന്നെ കുറച്ച് മാസ്ക് മേടിച്ചിട്ടുണ്ട്. പിന്നെ മമ്മിക്ക് തയ്ക്കാനൊക്കെ ആയിട്ട് ഇതുപോലെ കുറച്ച് നൂലും ഇലാസ്റ്റിക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. പിന്നീട് കഴിഞ്ഞ ദിവസം ഒരു ഡ്രാഗൺ ഫ്രൂട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് മുറിച്ച് കഴിച്ചു. ഇതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് മോസ്റ്റ്ലി എല്ലാവർക്കും ഇഷ്ടമല്ലെന്നാണ് കേട്ടോ പറഞ്ഞ് കേട്ടിട്ടുള്ളത്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിഷ്ടമല്ലാത്തവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, നോക്കാമല്ലോ എത്ര പേർക്ക് ഇഷ്ടമല്ലാത്തതെന്നുള്ളത്. അത് മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ കളറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ക്ലാസ് കാണാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷനാണ് കാണുന്നത്. അപ്പം ഈ മേടിച്ച പെന്നുകളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ അതിനുകൊണ്ട് ഞാൻ അതിനകത്തു നിന്നെല്ലാം ഓരോരോ പെൻ വെച്ചെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ലൈവ് നടക്കുന്നുണ്ട്. കറക്റ്റ് 7 മണിക്ക് കയറാൻ പറ്റിയില്ല. നമ്മൾ വന്ന് പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ലേറ്റായിട്ടുണ്ടായിരുന്നു, അതിനുകൊണ്ട് കയറാൻ പറ്റിയില്ല. പക്ഷേ താമസിച്ചായാലും കയറി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫിസിക്സിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന അഗ്നി ബാച്ചിൽ ഇപ്പോൾ ജോയിൻ ചെയ്തവർക്ക് 1 ഷോട്ട് ലൈവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഈ 1 ഷോട്ട് ലൈവ് ആണ് കേട്ടോ കാണുന്നത്. ഇത് 2ാമത് അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്തവർക്കുള്ളതാണ് കേട്ടോ. പക്ഷെ 1 ഷോട്ട് ഒരുപാട് ഡ്യൂറേഷനുള്ള ക്ലാസ്സുകൾ ഇരുന്ന് കാണുന്നതിൻ്റെ അത്രയൊന്നും എന്തായാലും വരത്തില്ല. അപ്പം അതിൻ്റേതായ പരിമിതികളിലൂടെയാണ് സാറ് പഠിപ്പിച്ചതെങ്കിലും നല്ല എല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകൾ സാറ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ക്ലാസ്സൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് സോഡുള്ള വൃത്തിയുടെ കിടക്കുമായിരുന്നു, അതൊക്കെ ഇത് വൃത്തിയാക്കി. ന്യൂസ് പേപ്പറൊക്കെ കീറി മുറിച്ചിട്ട് അതിൻ്റെയൊക്കെ വേസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ട് ഡസ്റ്റ്ബിന്നിലിട്ടു കേട്ടോ. അപ്പോഴത്തേക്കും സമയം 9:41 ആയിട്ടുണ്ടായിരുന്നു. 1 ഷോട്ട് ലൈവിൻ്റെ ടൈം ടേബിൾ ഓൾറെഡി ബാച്ചിലായാലും യൂട്യൂബിലൂടെ ആയാലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടു തീർത്തത് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിടുന്നുണ്ട്. അത് വെട്ടിക്കളയുക എന്നുള്ള അർത്ഥമാണ് അത് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം നമ്മളിനി ഓരോ ക്ലാസ്സുകൾ കണ്ടു കഴിയുമ്പോൾ അതെല്ലാം വെട്ടിക്കളയും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഈവനിങ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ. ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.